Hi guys, hello, welcome back to my channel SKJ Digital Vlogs. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണോ? അപ്പം ഞാൻ ദാ ഈ പെട്ടിയൊക്കെ എടുത്ത് വെക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടേക്കോ പോകാനുള്ളതാണെന്ന്. പിന്നെ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹോസ്റ്റലിലേക്കാണെന്നത്. അപ്പോൾ ഞാൻ ദാ എൻ്റെ അടുത്ത ജോബിലേക്ക് കയറുകയാണ്. അപ്പം നാളെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. സോ ഇന്ന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നീണ്ട 2 മാസത്തിന് ശേഷമാണ് ഞാൻ വർക്കിന് കയറുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഹോസ്റ്റൽ മൂവിങ് വ്ളോഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ആക്ച്വലി ഇപ്പോഴും വ്യൂസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ആക്ച്വലി അത്രയും വ്യൂസ് വരും എന്നുള്ളത്. ഞാൻ ചുമ്മാ വ്ളോഗ് എടുക്കുന്നതിൻ്റെ ഇടയിൽ എന്താ ഇങ്ങനൊരു കണ്ടന്റ് കൂടി എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. പിന്നെ അതിനുശേഷം ഞാൻ ഹോസ്റ്റലൊക്കെ മാറിയിട്ടോ. പക്ഷേ എന്താ പറയുക, അന്ന് ഞാൻ അങ്ങനെ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആക്ച്വലി വീഡിയോസൊക്കെ ഇടുന്നത് ഞാൻ യൂട്യൂബിന് വേണ്ടി ഇങ്ങനെ ഇരുന്നിട്ട് ഇടുന്ന ഒരാളല്ല. ഞാൻ എനിക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് മൂടുള്ളപ്പോഴോ എടുത്ത് വ്ളോഗ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അന്നത്തെ ആ മൂവിന് ശേഷം ഞാൻ ആക്ച്വലി 2 പ്രാവശ്യം മാറിയപ്പോഴും എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊന്നും. ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാളായി വ്ളോഗ് ചെയ്തിട്ട്. ഞാൻ ലാസ്റ്റ് ഒരു ഗ്യാപ്പിന് ശേഷം വ്ളോഗ് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സിനായിട്ടുള്ള മീറ്റപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും എനിക്കൊന്നും 2 ആഴ്ച എന്തോ ആയി. എനിക്കങ്ങനെ വ്ളോഗ് ചെയ്യാനുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു 2 മാസത്തെ ഗ്യാപ്പിൽ സോ ഇപ്പോൾ ദാ ഞാൻ വീണ്ടും ഒരു മൂവിങ് വ്ളോഗായിട്ട് വരുവാണ്. കുറേ പാക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഇന്ന് വൈകുന്നേരം പോയിട്ട് സാധനങ്ങൾ വാങ്ങാനുള്ളത് വാങ്ങുകയും ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. നമുക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങിയാലോ. എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്ന് ഐഡിയ ഉണ്ട്, പക്ഷേ ഐഡിയ ഇല്ലാത്ത പോലെയാണ്. കാരണം എന്താ പറയുക, നാളെയാണ് പോകേണ്ടതെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ലൈക്ക് ഈ ജോബ് കിട്ടിയത് എനിക്ക് പെട്ടെന്നാണ്. ഞാൻ അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം എനിക്ക് മെസ്സേജ് വന്നു HR-ൻ്റെ ഇതിലേക്ക് CV അയക്കാൻ. ഞാൻ CV അയച്ചു. HR എന്നെ കോൾ ചെയ്തു, ഇൻ്റർവ്യൂ ആക്കിയിട്ടേന്ന് ചോദിച്ചു. ഇൻ്റർവ്യൂ വെച്ചു. കോൾ കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് ആയുള്ളൂ. അപ്പോഴേക്കും എന്നെ വിളിച്ച് പറഞ്ഞു സെലക്റ്റഡ് ആണ്, നാളെ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ കിളി പോയ പോലെ ഇരിക്കുകയായിരുന്നു. കാരണം നമ്മളുടെ അടുത്ത് അവർ വിളിക്കാമെന്ന് പറയുമെങ്കിലും അപ്പം തന്നെ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇത് വിളിച്ച് പിറ്റേ ദിവസം ജോയിൻ ചെയ്തോളാനും പറഞ്ഞു. സോ അത് പിന്നെ ഓൺലൈനാണ്. ഈ ഒരാഴ്ച ഓൺലൈൻ ആയതുകൊണ്ട് എന്താ പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ നെക്സ്റ്റ് വീക്ക് മുതലാണ്, അതായത് മൺഡേ മുതൽ എനിക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ കിട്ടുന്ന ടൈമിലൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഞാൻ ഉണ്ടല്ലോ കുറച്ച് ഡ്രസ്സൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ എന്തായാലും ജോലി കിട്ടും, എന്തായാലും ഹോസ്റ്റലിൽ പോകേണ്ടി വരും. അപ്പോൾ പിന്നെ എപ്പോഴാണ് ഇതേപോലെ പെട്ടെന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിലോ എന്നറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. പക്ഷേ അങ്ങനെ ചെയ്യരുതായിരുന്നു. മഴക്കാലമാണ്, നേരത്തെ പാക്ക് ചെയ്ത് വെച്ചാൽ പൂത്തു പോകുന്നുള്ളത് ഞാൻ ഓർത്തില്ല ഗൈസ്. കണ്ടു, ഇത് വെയിലത്തിട്ട് ഉണക്കാനായിട്ട് ഇപ്പം വെയിലും ഇല്ല, വീണ്ടും മഴ തുടങ്ങി. നോക്കണം, നമുക്ക് ഇത് ഇളക്കി വെച്ചിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുപോവുക, അങ്ങനെ ഞാൻ ചെയ്യണം. പക്ഷെ എല്ലാം ഒന്നും പൂത്തിട്ടില്ല ഭാഗ്യം. ഇത് ഇങ്ങനെ 1-2 ബ്ലാക്ക് ടീഷർട്ട്സ് ഇല്ലേ, അതാണ് ഇതായിരിക്കുന്നത്. പക്ഷെ സാറില്ല. പക്ഷെ ഒരുമാതിരി ഒക്കെ ഇങ്ങനെ നേരത്തെ എടുത്ത് വെച്ചുകൊണ്ട് ഉപകാരം ഉണ്ട് കേട്ടോ. ഇതിനിപ്പോൾ അങ്ങനെ അങ്ങ് പെട്ടിയിൽ എടുത്ത് വെച്ചാൽ മതി ഡ്രസ്സൊക്കെ. അതൊരു പ്ലസ് പോയിന്റ് ആണ്. നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ഫീലിംഗ് ആയിരിക്കും കേട്ടോ. ഈ പാട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്താ പറയുക ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടയറിങ് ആയിട്ട് തോന്നാറില്ലേ? എനിക്ക് അങ്ങനെയാണ്. എനിക്ക് പാട്ടൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിങ്ങിനേക്കാളും എനിക്ക് പൊടിക്കല്ല ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ക്ലീനിങ്. അപ്പോൾ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാറുണ്ട്. അതേപോലെ ഈ ഓർഗനൈസിങ് പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പം ഞാൻ പാട്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് അതിൻ്റെ ഒപ്പം. സോ അപ്പോൾ നമുക്ക് പാട്ടൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ പാട്ട് വെച്ചിട്ട് ഇതിലെ കേൾപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹൈപ്പർ ലാപ്സ് ഇതാണ് വീണ്ടും. എന്താ ഇനി കുറച്ച് നേരം വർക്കിലേക്ക് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് വർക്കൊന്നും അങ്ങനെ അധികം ആയിട്ടില്ല. ഓഫീസിൽ ചെല്ലുമ്പോഴൊക്കെ ആയിരിക്കും വർക്ക് കിട്ടുക. ഇവിടെ വെച്ച് ഇന്നലെ മീറ്റിംഗ് എടുത്തിട്ട് കുറച്ച് സ്ട്രാറ്റജിയും കാര്യങ്ങളും അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ ഞാൻ നോക്കിയിട്ടുണ്ടായി. അപ്പോൾ ഇന്നും ഇതാ എൻ്റെ ബാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇത്തിരി ഉള്ളതുകൊണ്ട് സമാധാനം ഉണ്ടെന്ന് വെച്ചാൽ ഇടയിൽ പാക്കും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഫ്രീ കിട്ടുമ്പോൾ ഞാൻ പാക്ക് ചെയ്യുന്നു. പിന്നെ കുറച്ച് നേരം ഇതേ വർക്കിന് ഇരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഒരു ലഞ്ച് ബ്രേക്ക് വരെ ഇരുന്ന് വർക്ക് ചെയ്യാം. ഞാൻ ഒന്ന് വെക്കാൻ നോക്കിയതാണ് എൻ്റെ സ്റ്റാൻഡ്. പക്ഷേ സ്ഥലം ഒന്ന് ചെറുതായിട്ട് തെന്നിപ്പോയി. ഓക്കെ, സോ ഗൈസ്, ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ ഇപ്പോൾ നോക്കായിരുന്നു. ഞാൻ ആക്ച്വലി ജോബ് സെർച്ച് ചെയ്തപ്പോൾ ലിങ്ക്ഡിനിൽ കോൾ മെസ്സേജസ് അയക്കാറുണ്ടായിരുന്നത്. അതായത് ഞാൻ നോക്കി വെച്ചിരുന്ന കമ്പനി പ്ലസ് ബാക്കിയുള്ള ഹയറിംഗ് ഉള്ള കമ്പനി അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. ഞാൻ ഏജൻസി നോക്കിയിട്ടാണ് കൂടുതൽ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കും. എൻ്റെ പേര് പ്ലസ് എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് പ്ലസ് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു മെസ്സേജ് ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അത് അയക്കും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ എനിക്കറിയാൻ താല്പര്യമുണ്ടെന്ന് എനിക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അയക്കും. അതാണ് ഞാൻ ലിങ്ക്ഡിനിൽ ചെയ്തിരുന്നത്. ഞാനിപ്പോൾ ജോബിന് കയറി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ എന്താ പറയുക, കുറേ മുന്നേ അയച്ച കമ്പനീസ് ഇല്ലേ, ഞാൻ ആക്ച്വലി സ്പൈഡർവർക്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. ആ ബ്രേക്കിന് ശേഷമാണ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ ആ കമ്പനി തൊട്ട് ഇതാ ഇപ്പം എനിക്ക് റിപ്ലൈ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ജോബിന് കയറി കഴിഞ്ഞപ്പോഴാണ് ഓരോ ആൾക്കാർ എനിക്ക് റിപ്ലൈ ആയിരുന്നത്. വാട്ട് ഈസ് ദിസ് ഗൈസ്, വാട്ട് ഈസ് ദിസ്? നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ആകുമ്പോൾ ലിങ്ക്ഡിനൊക്കെ ചെക്ക് ചെയ്യില്ലേ? എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടാവില്ലേ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് വരുന്നുണ്ടാവില്ലേ? അപ്പോൾ ഇവർക്കൊക്കെ ഇപ്പം ഞാൻ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കണം. റിപ്ലൈ കൊടുക്കാതിരിക്കരുത്, റിപ്ലൈ കൊടുക്കണം. കാരണം അത് ഒരു മര്യാദയല്ലേ. നമ്മളിപ്പോൾ ചിലർ ജോലി കയറി എന്നും പറഞ്ഞിട്ടുണ്ട് അതിന് കാശില്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ട് കളയും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ റിപ്ലൈ കൊടുക്കണം. നമ്മൾ കണക്ഷൻ ബിൽഡ് ചെയ്യണം. ഇതൊക്കെ എന്താ ആക്ച്വലി എനിക്കിപ്പോഴാണ് മനസ്സിലായി തുടങ്ങി ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് അല്ലെങ്കിൽ എന്താ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് എന്ന് സ്പെഷ്യലി പറയാം. നമുക്ക് ഒരു ഓൺലൈൻ പ്രസൻസ് ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, നമുക്കൊരു ഓൺലൈൻ പ്രസൻസ് ഉള്ളത് നല്ലതാണ്. കാരണം ഇൻ കേസ് നിങ്ങൾ ഫ്രീലാൻസിങ്ങിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്താ അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കില്ലായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഫ്രീലാൻസിങ് നമ്മളുടെ നെക്സ്റ്റ് കരിയറായിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മളുടേതായിട്ടുള്ളൊരു സ്ട്രോങ് ബിൽഡിങ് കണക്ട് ചെയ്യുന്നത് നല്ലതാണ്. ഗൈസ്, ലഞ്ച് ബ്രേക്കായി 1 to 2 ഉണ്ടോ നമ്മൾ ലഞ്ച് ബ്രേക്ക്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 1:20 അപ്പോൾ ഞാൻ മേടിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ചെയ്താൽ നിൽക്കുക. നമുക്ക് അധികമൊന്നും മേടിക്കാനില്ല, കാരണം എപ്പോഴും ഹോസ്റ്റലിലേക്ക് പോക്കുള്ള കാരണം സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ചെറിയ ചെറിയ സാധനങ്ങളില്ലേ, ബക്കറ്റും മഗ്ഗും, അത് മേടിക്കാനുണ്ട്. സോ എഴുതി വെച്ചാൽ ഓർമ്മ വരുമ്പോൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേടിക്കുമ്പോൾ ആ ലിസ്റ്റ് അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതിയല്ലോ. സോ ഞാനത് എഴുതാൻ നിൽക്കുവാണ്. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബക്കറ്റും മഗ്ഗും എഴുതാം. പിന്നെന്താ, ബോഡി വാഷ് വേണം. എനിക്ക് സോപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഗൈസ്. സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ
ഡ്രൈ ആവുന്നു. സോ ബോഡി വാഷ്. പിന്നെ ഇതായിരുന്നു, മിറർ വേണം. പി ജിയിൽ അയ്യോ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു വേറെ സംഭവമായിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ. പി ജിയിൽ മിറർ ഇല്ലാന്ന് തോന്നുന്നു. അപ്പം മിറർ വേണം. പിന്നെന്താ, പിന്നെ ബാക്കി ഓർമ്മ വരുമ്പോൾ എഴുതാം. ഷാമ്പൂ, കണ്ടീഷണർ ബാക്കിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ പ്ലേറ്റും ഗ്ലാസും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇത്ര മതിയാവും. നോക്കാം, എന്തെങ്കിലും വരുമ്പോൾ എഴുതാം. ഹായ് ഗൈസ്, അപ്പം സമയം വന്നിട്ട് 4:30. പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി എൻ്റെ ഓക്കെ, ഞാൻ നേരത്തെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഫോൺ ക്യാമറ കട്ടായിപ്പോയി. സോ ഇങ്ങനെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ എടുത്ത് വയ്ക്കാനുണ്ട്. ബെഡ്ഷീറ്റ്, അതിൻ്റെ സ്കിൻ കെയർ പ്ലസ് കണ്ണെഴുതാൻ, ഐ മീൻ മേക്കപ്പ്. പിന്നെന്താ, നമ്മുടെ ലിസ്റ്റും കൂടിയിട്ടുണ്ട്. കൂടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം സാധനമല്ല എന്ന് വെച്ചാൽ, എന്താ സ്ലിപ്പേഴ്സ് വാങ്ങണം, പിന്നെ സോപ്പ് പൗഡർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെ ഇത് എൻ്റെ ഷാമ്പൂ, കണ്ടീഷണർ, പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട്. പിന്നെ അഴയെ വിളിച്ചിരുന്ന ക്ലിപ്പ്, അങ്ങനെ ഇതിലെൻ്റെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ എടുത്ത് വയ്ക്കണം, ബെഡ്ഷീറ്റൊക്കെ. ഇനി ലാപ്ടോപ്പ്, അതാണ് ലാപ്ടോപ്പും ഉണ്ടാകും. വേറെ ബാഗ് എടുക്കുകയാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. എന്ന് വെച്ചാൽ 3-4 ബാഗാവും എനിക്ക്. ഇന്ന് എത്രാമത്തെ പ്രാവശ്യം എന്തായിരുന്നു ഫോൺ താഴെ വീഴണേന്ന് എനിക്കറിയത്തില്ല. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. സ്ക്രീൻ ഗാർഡ് ഇട്ടിട്ടുണ്ട്, സ്ക്രീൻ ഗാർഡും പൊട്ടിയിട്ടില്ല. എന്തോ ഭാഗ്യം. എൻ്റെ ഫോൺ അങ്ങനെ സാധാരണ താഴെ വീഴാറില്ലാത്തതാണ് കേട്ടോ. വളരെ റെയറായിട്ടേ വീഴാറുള്ളൂ. ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചിങ്ങനെ പിടിക്കാൻ നോക്കാറുണ്ട് വീഴുമ്പോഴേക്കും. പക്ഷേ ഇതിപ്പോൾ ഞാനിങ്ങനെ സ്റ്റാൻഡിൽ ലൈക്ക് ചാരി എവിടെയെങ്കിലും വെക്കത്തില്ലേ, അത് കഴിഞ്ഞിട്ട് എത്തിച്ചെടുക്കാൻ നോക്കുമ്പോഴാണ് ഈ വീഴുന്നത്. ശരിയാകത്തില്ല, കൈ പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ സമയം 5:30 ഞാൻ വീണ്ടും കുറച്ച് വർക്ക് ചെയ്യാനിരുന്നു. ഇനി അമ്പലത്തിൽ പോകാനുണ്ട്. അപ്പോൾ കുളിച്ച് റെഡി ആവണം. ഇന്ന് ചിങ്ങം 1-ാം തീയതിയാണ്. അപ്പോൾ 6 മണിയാകുമ്പോഴേക്കും വർക്കൊക്കെ തീർത്തിട്ട് പോവാം. ആക്ച്വലി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ജോയിൻ ചെയ്തു, ഐ മീൻ എന്താ പറയുക, ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പാക്ക് ചെയ്യാനും ഇതിനൊക്കെ ടൈം കിട്ടിയേനെ. ഇതിപ്പോൾ പാക്കിങ്ങും വർക്കും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം. നമുക്ക് വേറെ ഹോളിഡേ ഇല്ല. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഒന്ന് വേഗം തീർത്തിട്ട് റെഡി ആവട്ടെ അമ്പലത്തിൽ പോകാൻ, എന്നിട്ട് വരാം. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകാൻ റെഡിയായി. ഇതെൻ്റെ ചിക്കൻ കറി ഔട്ട്ഫിറ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഫർച്ച തന്നതാണ്. പിന്നെ ബാക്കിലതേ എൻ്റെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യണേണ്ടത്. അത് ഇനി പുറത്ത് പോയി വന്നിട്ട് പാക്ക് ചെയ്യാൻ, കാരണം കുറച്ച് സാധനങ്ങൾ മേടിച്ചതും കൂടി ഇടാനുണ്ടല്ലോ. സോ ഓക്കെ. ഹായ് ഗൈസ്, അപ്പോൾ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നാളേക്ക് പോകാനെല്ലാം സെറ്റ്. ചാർജർ കുഴപ്പമില്ല, നാളെ രാവിലെ എടുക്കുമായിരിക്കും. അപ്പോൾ ഇതായിരിക്കുന്നു സാധനങ്ങൾ. ഞാൻ എല്ലാം കട്ടിലിൽ നിന്ന് താഴെ ഇറക്കിയിട്ടോ, കാരണം കിടക്കണ്ടേ, ഞാൻ ടയേർഡായി. ഇപ്പോൾ 11 മണിയായി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എനിക്കറിയില്ല ഞാൻ നാളെ വ്ളോഗ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ മൂഡനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ എന്തായാലും ഞാനൊരു എൻഡിങ് പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. നാളെ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ ഞാനത് ഇതിൽ ആഡ് ചെയ്യാം. സെപ്പറേറ്റ് ഒരു കോണ്ടൻറ്റ് എടുക്കാൻ മാത്രം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പിന്നെ അവിടെ പി ജി ചെന്നിട്ട് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നോക്കിയിട്ടൊക്കെ വേണമല്ലോ. സോ അപ്പോൾ
ഇത്രയും കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ കുറച്ച് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിലല്ല കാണണമെന്നുണ്ടെങ്കിൽ എന്താ കൺസിഡർ സബ്സ്ക്രൈബിങ്. ഞാൻ ഒരു ഇത് പറയില്ല കേട്ടോ, എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വ്ളോഗ് ഇടുന്നൊന്നും പറയില്ല. ഞാൻ ഇതേപോലെ എനിക്ക് പറ്റുന്ന ഒരു സമയത്തൊക്കെ ഇട്ടിട്ട് ആണ് എഡിറ്റ് ചെയ്തും. അപ്പോൾ എൻ്റെ വ്ളോഗ്സൊക്കെ ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വ്ളോഗ് ഇട്ട് പോസ്റ്റ് ചെയ്ത് പോകുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഒന്നും പറയുന്നില്ല. ഇനി പറഞ്ഞ് ഓവറാക്കി ചളാക്കണ്ട, വേഗം നിർത്താലേ. അപ്പോൾ ശരി, ബൈ.